തനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് അതുകൊണ്ടുണ്ടോ? ഞാൻ ടൈം ഔട്ട് തരുമ്പോൾ അത് കൂടുതൽ ടൈം ഔട്ട് കിട്ടിയ വ്യക്തി എന്നുള്ള നിലക്ക് വല്ല അവാർഡ് കിട്ടാറുണ്ടോ? ഹിബ ഹംന, ഹിബ ഇന്നലെ ഉണ്ടായിരുന്നല്ല, അവൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഹംനനെ കണ്ടിട്ട് കുറച്ചായി. വളരെ അവൾക്ക് എക്സാം ആയിരിക്കും, അവൾക്ക് എക്സാമാണ്. +1 +2 അല്ലായിരുന്നു, അവൾക്ക് എക്സാം ആയിട്ട് തിരക്കിലാവും മേ ബി. കുട്ടി എന്ത് കോഴ്സാണ്? കുട്ടി എന്ത് കോഴ്സും പഠിക്കും. അവാർഡോ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ എന്ന് വന്നാലും എന്നോട് അതേ ചോദിക്കണുള്ളൂ. ഓ ഫിലിമിലെ ആണല്ലേ. ഫിലിമിലെ കണ്ടില്ലേ? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ അവിടെ? ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നേ. സാജിദ് കുന്നത്ത് ഇഷ്ടാത്ത സുഖമല്ലേ? അതെ. അയ്യോ ആരോ മെമ്പർഷിപ്പ് എടുത്തല്ലോ. 20 രൂപേൻ്റെ ഉള്ളൂ. റിച്ച് ആയിട്ട് എടുക്കണം. അയ്യോ മെമ്പർഷിപ്പ് അല്ല, സൂപ്പർ ചാറ്റാണത്. നോമ്പൊക്കെ ആയിട്ട് എത്താൻ നോമ്പ് തുറക്കണം, ഫുഡ് കഴിക്കണം, ഒരുങ്ങണം, പെൽച്ചക്ക് എണീക്കണം. അതൊക്കെ തന്നെ ബെനിഫിറ്റ് ഉണ്ട്. അതെന്താ ബെനിഫിറ്റ് പറയാം? കുട്ടി എന്ത് കോഴ്സാണ്? കുട്ടി എന്ത് കോഴ്സ് എടുക്കും? എല്ലാവരും ഇതുപോലെ സൂപ്പർ ചാറ്റൊക്കെ എടുക്കും, അല്ലെങ്കിൽ മെമ്പർഷിപ്പൊക്കെ എടുക്കും. ഏടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടടാ. എന്നെ പറ്റിച്ചതാവോ? ഞാൻ പറഞ്ഞു റിച്ച് ബാലൻസ് ഉണ്ടോ ചെക്ക് ചെയ്തതാണ്. സാറല്ലേ, യു കീപ്പ് ഇറ്റ് അപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തോളൂ. ബാലൻസ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോളൂ. ഞാൻ വന്നോ? അതിന് നീ ഏതാ? എന്തായാലും വന്നോളൂ. ഇറ്റ്സ് മൈ പ്ലഷർ. അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൊക്കെ വന്നവരൊക്കെ. എന്താ ഈ മെമ്പേഴ്സ് ഇങ്ങനെ 50 പെട്ടെന്ന് 30 ആവണം, അങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കണത്? അതൊരു സ്ഥിരത ഇല്ല. നമ്മൾ എൻ്റെ നാട്ടിലുണ്ടടാ. എൻ്റെ നാട്ടിലില്ലേ? ഉണ്ട്. പൊന്നാനിയിൽ കവർ വരും. ഞാൻ വരുമ്പോൾ ഞാൻ തന്നെ നോട്ടിഫൈ ചെയ്യണ്ട. ഓക്കെ. റിച്ചായി എടുക്കാൻ ചേച്ചി പൈസ വെച്ചിരിക്കുന്നു. ജൈനിക്കല്ലട്ടോ രതീഷായി നിങ്ങളെ ഇല്ല, അങ്ങനെ പറ്റിക്കും. ഇല്ല, വരും. ഞാൻ എന്നെ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അയ്യോ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും മോനെ. സ്വന്തമായിട്ട് ഐഡിയ ഇല്ല. ഈ ആണാണോ പെണ്ണാണോ അത് പറയാദ്യം. ലൈവിന് തന്നെ സ്ഥിരതയില്ല. ഈ അങ്ങനെ പറയരുത് മിസ്റ്റർ. ഞാൻ ഈ ഫസ്റ്റ് ടൈം ഒന്നല്ല, ഈ കുറേ വട്ടമായി. ഇപ്പോൾ അവിടുന്ന് ഞാൻ തന്നെ 5-6 വട്ടം കണ്ടിട്ടുണ്ട്. അയ്യോ ആഫ്റ്റർ എ ലോങ് ടൈം യു ആർ ബാക്ക്. സർജറി മോഡലൊക്കെ ഫുൾ പാസ്. പക്ഷേ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റിയിലാണ് ടാസ്ക് കിടക്കുന്നത്. അയ്യോ അപ്പച്ച പ്രൊഫൈൽ പിക്കൊക്കെ മാറ്റിയാ. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും. അതെ, പക്ഷെ എനിക്കിപ്പോൾ ഗുണം കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത് ക്ഷമ ഞാൻ കുറക്കണത്. അതെ, അത്രേ എനിക്കും പറയാനുള്ളൂ. സഞ്ജിത് സാനിൽ എത്ര അടിപൊളിയാ. ഞാൻ നിന്നെ ഒരു വൃത്തികെട്ടവനായിട്ടായിരുന്നു. അയ്യോ ഈ ഒരു കിസ് തരുമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. അമ്പടി ഇതിപ്പോൾ പുണ്യാളം ചമയേ. അയ്യോ സഞ്ജിത് സാനിലെ ഈ എന്നോട് കിസ് തരുമെന്നൊക്കെ ആദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ. അമ്പടി അത് ഞാൻ സമ്മതിക്കില്ല. ഞാനതൊരു വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും മിസ്റ്റർ. വേണ്ട, എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ ഫുൾ നോമ്പ് എടുത്തോളൂ. യെസ് ഡൺ. അഷ്റഫ് റിസ്വാന എന്താണ് ഇട്ടിരിക്കണത്? തോമസ് എൻ്റെ ഫാൻസാ തോന്നുന്നുണ്ട്. മൻസൂർ ഹായ് മൻസൂർ. മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തോളൂ കേട്ടോ. ഞാനപ്പോൾ അവിടെ അനാവശ്യം ഞാൻ ഇത് വീഡിയോ ഒക്കെ ഇടൂടാ. കണ്ടോ? ഉണ്ട്, എൻ്റെ അടുത്ത് പ്രൂഫ് ഉണ്ട്. പിടിച്ചു നിൽക്കണ്ടേ അത്? അതെ അതെ. ഞാൻ ഇല്ല. യു ആർ ഗുഡ് കീപ്പ് ഇറ്റ് അപ്പ്. ദയവ് വരുന്നവർ അനാവശ്യം പറയുന്നത് എന്തിനാ? പക്ഷെ അങ്ങനെ ചിലവരുണ്ട്. അതാണ് ഞാൻ പറയാൻ വന്നത്. അനക്ക് എന്തിനായിരുന്നു ടൈം ഔട്ട്? ഈ കുറേ വട്ടം എന്നോട് ടൈം ഔട്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് കുട്ടീനെ ലൈവ് ഇട്ടപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് തന്നെ. എൻ്റെ ഫാൻ യാരത്? വലിയ പുള്ളിയായി. എന്ത് പ്രൂഫ്? പോ ചേച്ചി, ഞാൻ വീഡിയോ ഒക്കെ ഇടൂടാ. കണ്ടോ? യു ഷുഡ് വാച്ച് ദാറ്റ്. ഐ വിൽ ഷോ യു ഹൂ എ. അങ്ങനെ വീഡിയോ ആക്കി ഇടണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ബ്ലാക്ക് പെയിലിങ് അത് ഇഷ്ടം കൊണ്ട് എന്താണെന്നതിൽ ഇഷ്ടം ഞാൻ വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. ഓക്കെ. നല്ല കണ്ടന്റുകൾ കിട്ടുന്നു എനിക്ക്. താങ്ക് യു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തെണ്ടിപ്പോയേനെ കണ്ടന്റിന് വേണ്ടിയിട്ട്. എന്നെ ഒരാൾ ഈ ലൈവിൽ നിന്ന് അതൊന്നും മൈൻഡ് ആക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ലൈവിൽ ഓൾവേസ് വെൽക്കം. എൻ്റെ ചേച്ചി നമ്മൾ യൂട്യൂബൊക്കെ നിർത്തി പോവുക. അതെന്ത് പറ്റി? എനിക്കെന്ത് പറ്റി? തേപ്പിട്ടിയാ? യൂട്യൂബ് തേപ്പിട്. നിന്നെയും തേച്ചോ?
അയ്യോ തോമസ് മെമ്പർഷിപ്പൊക്കെ പോയിട്ടോ, മെമ്പർഷിപ്പ് എടുക്കുകയും ഈ ഇരുന്നിൻ്റെ ആക്റ്റീവ് മെമ്പർ പറഞ്ഞില്ലേ.